മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ആത്മനേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന തിരുവോസ്തിരൂപാ അങ്ങേക്കാരാധന തിരുവോസ്തിരൂപാ അങ്ങേക്കാരാധന രാജാധിരാജാ അങ്ങേക്കാരാധന രാജാധിരാജാ അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന സൗഖ്യസ്വരൂപാ അങ്ങേക്കാരാധന ശാന്തിസ്വരൂപാ അങ്ങേക്കാരാധന സ്നേഹസ്വരൂപാ അങ്ങേക്കാരാധന ആത്മസ്വരൂപാ അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതികളുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രശാന്തമായ ഈ രാത്രിയിൽ ഈശോയുടെ സ്നേഹം തുടികൊള്ളുന്ന ഈ മനോജ്ഞമായ രാത്രിയിൽ നമുക്ക് ഈശോയെ പ്രത്യാശ നിറഞ്ഞ കണ്ണുകളോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ, പ്രാർത്ഥനയോടെ ഒന്ന് നോക്കാം. സങ്കീർത്തകൻ 31:22 പറയുന്നു, ദൈവത്തെ തേടുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ. ഇനി നമ്മൾ ദുർബലരാകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ധൈര്യം അവലംബിക്കണം. കാരണം അവനിതാ ഒരു കാലിത്തൊഴുത്തിലേക്ക്, ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. പ്രിയ മക്കളെ, ഇന്ന് പ്രത്യേകമായി രാത്രിയിൽ നമ്മൾ അറിയുന്നു, 1000 ദിനങ്ങൾ അന്യ സ്ഥലത്തേക്കാൾ എത്ര മനോഹരമാണ് ദൈവമേ നിന്റെ കൂടെ. ഒരു നിമിഷമെന്ന ആ ബോധ്യത്തിലേക്ക് ഈശോയെ ഞങ്ങളിതാ കടന്നു വരുന്നു. യോഹന്നാൻ 3:16 അവിടുന്ന് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ മകനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഇതാ മുഖമുള്ള ഒരു ദൈവം, മുഖമുള്ള ഒരു ദൈവം. നമുക്ക് ആ ദൈവത്തെ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. എന്നാൽ അവിടുന്ന് സ്നേഹമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇതാ നമുക്കായി പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. Baby
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവസന്നിധിയിൽ അഭയം തേടുന്നവർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഒപ്പം ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുമെന്നും വിശ്വസിക്കണം. പ്രിയമക്കളെ, നമ്മൾ വിശ്വസിച്ചു. ഇതാ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കൂടാരം, ഈശോയുടെ സന്നിധിയിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മളെല്ലാവരുടെയും കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കൂടാരത്തോട് ഒന്ന് ചേർത്ത് വയ്ക്കാം. സങ്കീർത്തകൻ പറയുകയാണ്, സൗരയൂഥങ്ങൾക്ക് താഴെയുള്ള ഏറ്റവും ഔന്നത്യമുള്ള ഇടം കുടുംബം. എന്നെ കേൾക്കുന്നവരെ, നിന്റെ കുടുംബം ഇന്ന് ഈശോയുടെ സാന്നിധ്യത്തിൽ, ഈശോയുടെ സംരക്ഷണത്തിൽ, ഈശോയുടെ ദർശനത്തിൽ, ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ പ്ലാനറ്റ്, സൗരയൂഥങ്ങൾക്ക് താഴെയുള്ള ഏറ്റവും മനോജ്ഞമായ, ഏറ്റവും ശക്തമായ ഇടമായി രൂപാന്തരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബനാഥന്മാരും 34-ാം അധ്യായത്തിലെ 7-ാം തലമുറക്കാരൻ ഹേനോക്കിനെ പോലെ 300 സംവത്സരം ജീവിക്കുവാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം കാണാതെ എടുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവൻ ദൈവത്തോട് കൂടെ ഇരുന്നു, ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടിരുന്നു, തൻ്റെ മക്കളെ ദൈവത്തോട് കൂടെ ഇരുത്തിക്കൊണ്ടിരുന്നു. എൻ്റെ ഈശോയെ, അവിടുത്തെ ദർശിച്ച് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബനാഥന്മാരെയും ഇപ്പോൾ നീ തൊടണമേ. 300 സംവത്സരം ജീവിക്കുമാറ് അവിടെ ആയുസ്സ് വർദ്ധിപ്പിക്കണമേ. മരണം കാണാതെ എടുക്കപ്പെടുമാറ് അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഇന്ന് എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഈശോയെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശാന്തമായ രാത്രിയിൽ പ്രത്യാശയോടെ ഈശോയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും ഞാനിത് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. യോഹന്നാൻ 20:1, പ്രഭാതമാകുന്നതിന് മുമ്പ് കിടക്ക വിട്ടെണീറ്റ വിജന വഴിയിലൂടെ ശൂന്യമായ കളറിലെത്തിയ മറിയത്തെ പോലെ എല്ലാ അമ്മമാരെയും ഇത് സമർപ്പിക്കുന്ന ഈശോയെ, ഓരോ അമ്മമാരും അവൾ അബലയല്ല, അവൾ വെറും ചബലയല്ല, അവൾ വെറും നാരിയല്ലെന്ന് തിരിച്ചറിയട്ടെ. ആരാണ് മറിയം, ആരാണ് സ്ത്രീ, ആരാണ് ഭാര്യ, ആരാണ് അമ്മയെന്ന് അവൾ തിരിച്ചറിയട്ടെ. യോഹന്നാൻ 20:1, അവൾ പ്രഭാതമാകുന്നതിന് മുമ്പ് കിടക്ക വിട്ടെണീറ്റ് വിജന വഴിയിലൂടെ ശൂന്യമായ കല്ലറയിൽ എത്തുന്നവളാണ്. ഈശോ, ഈ രാത്രിയിൽ നിന്നെ ആരാധിച്ചു കൊണ്ടിരുന്ന കുടുംബത്തോട് ചേർന്ന് എല്ലാ മക്കളെ ഈശോയെ നിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഉൽപ്പത്തി 39 യാക്കോബിൻ്റെ മകൻ ജോസഫിനെ പോലെ കർത്താവേ, എല്ലാ ശിക്ഷണങ്ങളും ദൈവം തന്ന ദാനമായി അവൻ ഉൾക്കൊണ്ടപ്പോൾ ഈജിപ്തിൻ്റെ ഗവർണറായി ഔന്നത്യങ്ങളിലേക്ക് കയറിപ്പോയതുപോലെ ഈശോയെ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ പ്രിയ മക്കളെ, നമ്മളെ കുടുംബത്തെ ഇതാ നമുക്കായി പിറന്നു കിടക്കുന്ന വചനം പറയുന്നു, ദൈവത്തിൻ്റെ കൂടാരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ, കുടുംബം തന്ന ദൈവത്തെ, സ്നേഹം തന്ന ദൈവത്തെ, ഭർത്താവിനെയും ഭാര്യയും മക്കളെയും തന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ മക്കളെ, സ്നേഹിക്കുക എന്നാൽ കൂടെയായിരിക്കുക എന്നാണ് അർത്ഥം. ഇതാ കൂടെയായിരിക്കുന്നു. ഈ രാത്രിയിൽ കൂടെയായിരിക്കുന്ന ദൈവം, മുഖമുള്ള ദൈവം,
നമുക്ക് മുഖത്തോട് മുഖം കാണാൻ ഇതാ ഒരു ദൈവം. ആകാശവിധാനങ്ങളിൽ മഴവില്ലിൽ നോഹയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവ സാന്നിധ്യം ഇതാ ഇവിടെ. കത്തുന്ന മുൾപ്പടർപ്പിൽ മോശ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇതാ ഇവിടെ. മേഘത്തൂണിലും അഗ്നിസ്തംഭങ്ങളിലും ഇസ്രായേൽ ജനം അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇവിടെ. താബോർ മലയിൽ രൂപാന്തരീകരണ വേളയിൽ ശിഷ്യന്മാർ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇതാ ഇവിടെ. സ്നേഹിക്കുന്നാൽ കൂടെ ആയിരിക്കുക. ഈശോയെ രാത്രി, പ്രത്യാശയുടെ രാത്രി, ഈ ക്രിസ്തുമസ് രാത്രിയിൽ ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ട എല്ലാ മക്കളും, കൂടെ ആയിരിക്കാൻ ആരുമില്ലല്ലോ. എന്നെ അപ്പൻ ഉപേക്ഷിച്ചല്ലോ, എൻ്റെ അമ്മ എന്നെ മറന്നു കളഞ്ഞല്ലോ, എൻ്റെ ഭർത്താവ് എന്നെ തള്ളിപ്പറഞ്ഞ് മറ്റൊരുവളുടെ കൂടെ പോയല്ലോ, എൻ്റെ ഭർത്താവ് ഇത്രയേറെ ഞാൻ സ്നേഹിച്ചിട്ട് എന്നെ അറിയുന്നില്ലല്ലോ, എൻ്റെ മാതാപിതാക്കൾ എന്നെ, ഈശോയെ പ്രാർത്ഥിക്കുന്നു, ഓൾഡ് ഏജ് ഹോമിലേക്ക് അയച്ചല്ലോ. സ്നേഹം നിഷേധിക്കപ്പെട്ടവരെല്ലാവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുവരാം. എന്തെന്നാൽ സ്നേഹിക്കുക എന്നാൽ കൂടെ ആയിരിക്കുക. ടു ബി. എല്ലാ മക്കളെ, പ്രിയമക്കളെ, ഏറെ പ്രത്യേകിച്ച് സ്നേഹം നിഷേധിക്കപ്പെട്ട മക്കളെ, അപ്രകാരമുള്ള എല്ലാ മക്കളെയും ഇതാ മുഖമുള്ള ദൈവത്തിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനായ യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനായ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു, എന്നിട്ടും ദൈവമേ ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു, എന്നിട്ടും എൻ്റെ കർത്താവേ ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഞാനൊരു പേരിടുന്നു, പെനുവേൽ. ഈശോയെ, ഈ രാത്രി പെനുവേൽ അനുഭവമാണ്. ഞാൻ എൻ്റെ നഗ്ന നേത്രങ്ങളാൽ നിന്നെ കാണുന്നു, എന്നിട്ടും ഞാൻ മരിച്ചു പോയില്ലല്ലോ. പ്രിയമക്കളെ, ഇതാ ഒരു ദൈവം, പ്രവാചകന്മാർ കാതോർത്തൊരു ദൈവം. നമ്മുടെ പൂർവികരെല്ലാം ഒരു വേള കാണാൻ ആഗ്രഹിച്ചൊരു ദൈവം. അവിടെ നഗ്ന നേത്രങ്ങൾക്കത് ദൃശ്യമായില്ല. ഇതാ കൂടെ ഇരിക്കുന്ന ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ട്. എന്തൊരു ഭാഗ്യമാണിത്. അതുകൊണ്ട് അലച്ചിലിനൊടുവിൽ യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. അതൊരു വാശിയാണ്. ഇത്രയും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ധാർഷ്ട്യപ്പെടുകയാ. ഇതെൻ്റെ അവകാശമാ. എൻ്റെ ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. മദ്യപാനിയായ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. കർത്താവേ, മാതാപിതാക്കളെ സ്നേഹിക്കാതെ താന്തോന്നിയായി നടക്കുന്ന മകനെ മകളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. പ്രിയമക്കളെ, ഈ രാത്രി പ്രത്യാശയുടെ രാത്രി, ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് നമ്മളെല്ലാം അലയുന്ന മക്കളെ, സ്നേഹരാഹിത്യത്താൽ അലയുന്ന മക്കളെ, യാക്കോബിനെ പോലെ പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സൗന്ദര്യങ്ങളുടെ പുറകെ അലഞ്ഞ യാക്കോബിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ അനേക മക്കൾ തിരുമുഖത്തിലേക്ക് ആകർഷിക്കപ്പെടണം. അലച്ചിലിനൊടുവിൽ
അവർ പറയണം, കർത്താവേ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. പ്രിയമക്കളെ, ഈ രാത്രി സ്നേഹരാഹിത്യത്താൽ അലയുന്ന എല്ലാ മക്കളെ ഈശോയുടെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. പ്രിയമക്കളെ, ഹൃദയത്തിൽ ശുദ്ധിയുള്ള അനേകർ പുൽക്കൂട് തേടുന്നൊരു രാത്രിയാണിത്. ഹൃദയത്തിൽ നിഷ്കളങ്കരായ അനേകർ പുൽക്കൂടിനെ പുൽകുന്ന രാത്രിയാണ് ഇത്. നമുക്കെല്ലാ കുഞ്ഞുമക്കളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അവർ ഹൃദയശുദ്ധിയുള്ള മക്കളാണ്. കർത്താവേ, എന്നിട്ടും ഞങ്ങളുടെ പല മക്കളും നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു വേള ജന്മം നൽകിയ അപ്പൻ തന്നെ ആ കുഞ്ഞിനെ പിഴപ്പിക്കുന്നു. ഒരു വേള ജന്മം കൊടുത്ത് 10 മാസം ഗർഭപാത്രത്തിൽ കൊണ്ടു നടന്ന അമ്മ തന്നെ പറയുന്നു, എനിക്ക് നിന്നെ അറിയില്ലെന്ന്. പ്രിയമക്കളെ, ഹൃദയത്തിൽ ശുദ്ധിയുള്ള അനേക മക്കൾ ഈ രാത്രിയിൽ ഈശോ പിറന്നപ്പോൾ ഒരുപക്ഷെ ഇന്ന് അതിക്രൂരമായി സ്വന്തക്കാരാൽ, അപ്പനാൽ, അമ്മയാൽ, ഒരുപക്ഷെ ബന്ധുമിത്രാദികളാൽ എത്രയോ മക്കൾ ഇന്ന് നീറിപ്പോകുന്നുണ്ടാവും. പ്രിയമക്കളെ, എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കര കുഞ്ഞുങ്ങളെ ഈ രാത്രിയിൽ ഈശോയുടെ ഓരം ചേർത്ത് കിടത്തിക്കൊണ്ട് നമുക്കിപ്പോൾ ആരാധിക്കാം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,